നീ പറഞ്ഞു ബാക്കി ഞാൻ പറഞ്ഞോളാം. തുടക്കത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ലല്ലേ, അത് ബാക്കി ഞാൻ പറഞ്ഞോളാം. നീ പറ, എനിക്ക് തമിഴ് തരുമോ നിനക്ക് தெரியுமே, നീ சொல்லு. തമിഴ് റാപ്പാടാ ഇത്. നീ മര്യാദക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. அதுக்கப்புறம் த்ரீசா மாமில ட்ரெஸ் ஷாப்ல அவட நின்னு அப்ப த்ரீசா மாமி எந்த പറഞ്ഞേ? த்ரீசா இல்ல த்ரீசா அங்க எல்லாரும் அவட நிக்கும்போது அப்ப வந்து வெறுதே வெடி வச்சிருந்தாங்க பிசி செட்ல. ஓகேவா, விஎன்வி வண்டி இருக்குல, அதனால வெடி வைக்கும்போது த்ரீசா மாமி மேல 2 புல்லட்ஸ் வந்து பட்டது. அப்போ த்ரீசா மாமி அவட போய் சோதிச்சாங்க, எந்த பிரச்சனை, எதுக்கு இது மாதிரி வெடி வச்சீங்க. சோதிக்கும் போது தெரியாம மேல ஒரு வாட்டி அடிச்சிட்டு. அப்ப உடனே அவங்க என்னன்னா பிரச்சனத்தை கூடுதலா சம்சாரிச்சு அவட வெடி வச்சு டவுன் ஆகி. அவட அம்மா மாதிரி இப்ப சொல்லுங்க ராய் മാമ. അമ്മാമ അവര് രണ്ടര അടിച്ചിട്ടുണ്ട്. അമ്മാമയല്ല, അവന്റെ അമ്മേനെ, അതായത് അടിയനെയും അടിച്ചിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ വന്ന് ഇവരെ രണ്ടരും വിളിച്ച് നേരെ ഗ്യാങ് ഹൗസിൽ പോയി. കേവി ഒരു സൈഡില് ത്രീസേനെ അടിച്ചുകൊണ്ട് അവിടെ ആരെ ഗേൾഫ്രണ്ട് ആണ് ത്രീസ. അപ്പൊ കേവി ഒരു സൈഡില് നമ്മളൊരു സൈഡില്. നമ്മൾ വിളിച്ചിട്ട് സംസാരിച്ചപ്പോ ആദ്യം സംസാരിച്ചു വന്നിട്ടാണ് ഭയങ്കര കൊണയായിരുന്നു, അടിച്ച് മറ്റേത് മറക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ സമയത്ത് നമ്മൾ തിരിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അഡ്മിൻ ഇറങ്ങിട്ട് പറഞ്ഞു സിവിലിയൻ സിറ്റുവേഷനിൽ ഇടപെടാൻ പറ്റില്ല, മാറിപ്പോകാൻ പറഞ്ഞു. പറഞ്ഞമാര് എന്നിട്ട് മറ്റേ ഊക്കലും പോത്തീറ്റലും ഒക്കെ ആയിരുന്നു, ഭയങ്കര കൊണയായിരുന്നു. കൈ വെച്ചിട്ട് വെക്കമല്ലേന്ന് ചോദിച്ചിട്ടാ വാസുനാണ്. അവൻ തിരിച്ചു വന്നിട്ട് ഇല്ലടാ എന്നടാ പണുവേ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണച്ചിട്ട് സിരി സിരി അന്നേരം ഒരു 32 പേരുണ്ടായിരുന്നു അന്നേരം. അമ്മര് വണ്ടിയെ കിട്ടിയിട്ട് ക്യാമറസിന്റെ ഫ്രണ്ടില് കൈയടി ചിരിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞോണ്ട്. എത്ര പേരുണ്ടോ ഇപ്പൊ സിറ്റിയില്? നമ്മള് സിറ്റുവേഷനിലാണോ? ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ ചോദിച്ചിട്ട് എടുക്കാൻ. എടാ മോനെ, എടാ ഞാനൊരു കാര്യം പറയട്ടെ. 2 ദിവസം ഇവന്മാരുടെ സിറ്റുവേഷൻ കഴിഞ്ഞ് നാളെ ഇവന്മാർ ഇവിടെ കേറുവാണെങ്കിൽ ഇവന്മാരെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. ഇവന്മാരെ വളർത്തിയിട്ട് കത്തിക്കും. പെരിയപ്പാന്നാണ് പറഞ്ഞത്. ആ കേട്ടാ, കൂട്ടിയിട്ട് കത്തിക്കും, ഒരു സംശയമില്ല. ഉറപ്പാണെന്ന് പറഞ്ഞ ഉറപ്പാണ്. കോച്ച് അടിക്കാൻ കോച്ച് നമുക്ക് കോച്ചിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ അമ്മമാര് அப்படிதான்டா பண்ணுவேன், என்னடா பண்ண முடியும், முடிஞ்சதை பாத்துக்கோ அப்படின்ற மாதிரி. ഓക്കേ 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 നാളെ പന്നി കുത്തിട്ട് കോച്ചിനെ തന്നെ ഇട്ട് കൊടുക്കും. അത് കൊടുക്കാവേ. അല്ല നീ അടിക്കണ്ട. ഒരാഴ്ച വെളിയിരിക്കും. അതെന്താ? നാളെ ഞാനും ഇല്ല. പക്ഷെ ഇപ്പൊ അടിക്കായിരുന്നു ഇവന്മാർക്ക് സിറ്റുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ. വേഷന്മാരെ നടക്കുവാ സൈഫറാ. ലീഡ് കിട്ടി. എനിക്ക് തോക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെന്റ് അവന് അടിച്ചോണ്ടിരിക്കുവാണെന്നൊക്കെ പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഒസാമാനെ കണ്ടു. ഒസാമാന്റെ അടുത്ത് നൈസായിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ അവന് കുറച്ച് നാടൻ ഡീലിംഗ് ഉണ്ട്, അവന്റെ ഏതോ ഹെഡായിട്ട് ആരോ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു ഗാങ് ലൈവായിട്ട് ഡീല് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു, ബിസിനസ്മാന്റെ അടുത്ത്. ഗണ്ണോ? അതെ അതെ. 66 CR ബ്ലാക്കിന് 13-30 AR. ഗ്യാങ്ങിന്റെ പേര് ഇങ്ങോട്ട് ചന്ദ്ര ഒരു മിനിറ്റ്. അല്ല വാസന, ഞാൻ എനിക്കറിയണ. ഇല്ല ഞാൻ
ആ അതെ വാസോണ ഗ്യാങ്ങിന്റെ പേര് പറയണോ? പറഞ്ഞോ. കേക്കട്ടെ. ഇത് ഈ എന്ന് തുടങ്ങുന്നതാ സ്റ്റാർട്ടിങ്. മതി 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 മതി. പിന്നെ വേണമെങ്കിൽ ഇനിയും സോളിഡ് പ്രൂഫ് വേണമെങ്കിൽ എനിക്കൊരു ഗണ്ണ് തരാതെ ഞാൻ ഇന്ന് റേഡിയോ കണക്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവര് ഗണ്ണ് തരാന്ന് പറഞ്ഞിട്ട് കുറെ നേരം അവര് പറയുന്നുണ്ട് ാണെന്നൊക്കെ പറഞ്ഞു. അറിയത്തില്ല. ഡീലേ എടാ ഞാൻ നിന്നെ വിളിക്കാം. കേക്ക് കുറെ നേരമായിട്ട് പോസ്റ്റാ. വിളിക്കാം. എടാ ഈ സിറ്റുവേഷൻ എടാ ഇവന്മാരുടെ വാർ കഴിഞ്ഞ ഇവന്മാരെ ഇന്ന് അടിക്കാൻ പറ്റുമോ? പക്ഷെ ഈ സിറ്റുവേഷനിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളൊരു വഴിക്ക് വരെ പോവാ. പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് ബി.സി.സറായിട്ടൊരു വള്ളി എടുത്ത് വെച്ചാ. എടാ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറടാ. മൊത്തം അടുത്ത് നമ്മുടെ എല്ലാം അടുത്ത് സിറ്റി കയറാൻ പറ. കോച്ച് ജോക്കി വാ. ജോക്കി കോച്ചിന്റെ കൂടെ വാ. ഉണ്ട് എന്റെ പേര് കേസില്ല. എവിടെടാ അവൻ? എടാ നീ എന്താ റെസ്പോണ്ട് ചെയ്യാൻ ഇത്ര നേരം മുച്ചുറി? അപ്പൊ എനിക്ക് ചെവി കേൾക്കാത്തോണ്ടായിരിക്കും അല്ലേ? ഞാൻ കുറെ നേരം വിളിച്ചിട്ട് നീ റിപ്ലൈ പറഞ്ഞോടാ. സോറിടാ ഞാൻ ചെവി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാം. സോറിടാ സോറി. ഫുഡ് കൊടുത്ത ഞാൻ നമ്മുടെ ഫുഡ് ഞാൻ ബാൻ മേടിക്കൂലേ. കദ്ദാഫി എന്താടാ നിനക്ക്? നീ വെള്ളം മാത്രമല്ല കുടിക്കണം. നീ ഫുഡ് കഴിക്കും. ഫുഡ് കൂടെ കഴിച്ചു. ഈ വേഷം കെട്ടൊക്കെ മറ്റേ ബി.സി.സി മണ്ടന്മാരെടുത്ത് നമ്മുടെ അടുത്തല്ല. റേഡിയോ സൈലന്റ്. ഹലോ കേക്കാവോ? ആ കേക്കുന്നുണ്ട്. ബ്രോ എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ. സംഭവം ഒന്നുമില്ല. ഞാൻ മറ്റേ ഡ്രസ് ഷോപ്പിൽ നിൽക്കായിരുന്നു. ഉള്ളിലേക്ക് വന്ന് ഒരാൾ ആദ്യം അടിച്ച് പറഞ്ഞ അറിയാണ്ട് അടിച്ചാന്ന് പറഞ്ഞ് വിട്ട്. അത് കഴിഞ്ഞ് എന്നെ നോക്കി ഇന്ന് ഒരുത്തൻ പിന്നെ വന്ന് അടിച്ച്. രണ്ടാമത് നിങ്ങളെ ബാക്കിൽ ഗോകു അടിച്ചോ? ജൂഡടിച്ച്. പിന്നെ ആരടിച്ചു? അതന്നെ ഇത്ര രണ്ടാമത് ഇങ്ങനെ വന്ന് അടിച്ച് അടിക്കേണ്ട ആവശ്യം എന്താ പറഞ്ഞു. ഇനിയും അടിക്കുന്നു. ഞാനും തിരിച്ചടിക്കുന്നു. ഇത്രേ ഉള്ളൂ. തിരിച്ചടിക്കാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് രായണ്ണും ഞാനും ചന്ദ്രനും കൂടെ അവിടെ പോയണ്ണ ആര് പറഞ്ഞു? എന്നെ അടിച്ച് ചന്ദ്രനെ അടിച്ചെണ്ണ. എന്നിട്ട് പറഞ്ഞു നീ കൂടുതൽ കൂടുതൽ മാസം ഇറക്കണ്ട. ഞാൻ എന്താ അടിക്കണ നീ എന്തിനാ അടിക്കണെന്ന് ചോദിച്ചപ്പോ കൂടുതൽ മാസം ഇറക്കണ്ട നീയൊക്കെ പോന്നൊക്കെ പറഞ്ഞു. മൊട്ടന്നാളം കാണാൻ ചെയ്തിട്ട് എടാ നിനക്ക് നമ്മളിങ്ങനെ വിഷം വരുന്നുണ്ടാ? വിഷം എടാ ബാക്കി പറഞ്ഞു കഴപ്പാടാ നിന്റെ. കേള്. അപ്പൊ ബ്രോ ഇപ്പൊ നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞ ബ്രോയെ നമ്മൾ എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു പട്ടി പോലും വിളിച്ചില്ല. എന്താന്ന് അറിഞ്ഞൂടാ. അത് ഇവന്മാർക്കൊക്കെ വേണ്ടിട്ട് ഈ വഴക്കൊക്കെ ഉണ്ടാക്കാൻ നടക്കുമ്പോ ആലയെ കാണിച്ചു. ഇവര് വന്ന് ഒന്നും നമ്മുടെ അടുത്തൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. ഞാനാണെങ്കിൽ ബ്രോയുടെ ഇവിടുന്ന് നമ്പർ തപ്പി പിടിച്ച് ആളെ വിളിച്ചപ്പോ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അവനെ വെച്ചോ നമുക്കിപ്പോ സമയമില്ല നമ്മൾ വേറെ അടുത്ത് പോകാൻ വന്നു. അവൻ ഫോൺ വെച്ചു. പറഞ്ഞ നിന്റെ അണ്ണന്മാര് വരും നമ്മളങ്ങ് ഒലത്തും മറിക്കും പുരട്ടും. ഇതിപ്പോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബ്രോ? അതെന്നെ ചോദ്യം. അതെനിക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഇത് നമുക്ക് ഒരു റൗണ്ട് പ്രീ വാറിന് നിങ്ങളെ പിടിച്ചതല്ല. അത് കഴിഞ്ഞിട്ട് വാറ് വിട്ട് നിങ്ങളെ രണ്ടുവട്ടം തല്ലിയിട്ട് ഇത് സോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നട്ടല് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്റെയൊക്കെ അണ്ണന്മാർക്ക് വെച്ചു കൊടുക്കാൻ. പട്ടി നീ എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. നിനക്ക് നട്ടില്ല. ഇല്ല കൺഫേം ചെയ്ത്.
അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം. നിന്റെ അണ്ണന്മാരൊക്കെ വരുമോ നോക്കട്ടെ. നിന്റെ അണ്ണന്മാര് വാട്ടർ പോയോന്ന് ഒന്നിട്ട് ആരിലിട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അണ്ണന്റെ നമ്പരോടെ കൊടുത്തരാം. അവന്മാര് വിളിക്കുവാണെങ്കിൽ സ്പീക്കർ ഇട്ട് ഇവരെ തന്നെ അവന്മാർ തലിക്കോണം കേൾപ്പിച്ചു കൊടുക്കാല്ലോ. അല്ല അപ്പൊ ഇവര് മനസ്സിലാവില്ല ഇവരെങ്ങനെ നല്ലൊരു ഗ്യാങ്ങിലോട്ട് ഇവിടെ കിടുക്ക് ഗ്യാങ് ഉണ്ട്. ഇവിടുന്ന് വേണ്ട വേറെ ഗ്യാങ്ങിനെ വിളിച്ചിട്ടല്ലേ? അല്ല വലിച്ചെന്നിട്ടില്ല അവര് കേടുന്നോ കേറുന്നോ നല്ല ഗ്യാങ് കുറച്ച് കൊള്ളാന്നുള്ള ഗ്യാങ്ങിന്റെ അങ്ങനെയാണെങ്കിൽ അല്ല കൊള്ളാന്നുള്ള ഗ്യാങ്ങല്ലേ പറഞ്ഞത്. ചീട്ടത്തീന്ന് പട്ടിത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. വെറുതെ കൊണടിക്കല്ല അവിടെ. ഹലോ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരെ പുള്ളി ഒന്ന് ഇടിച്ചിട്ടായിരുന്നു. ഇടിച്ചിട്ടിട്ട് നിങ്ങളെന്തോ വന്ന് നമ്മളെ അടിച്ചിടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവനിങ്ങ് കൊണ്ടുവന്നു. അവന്റെ വർത്താനം ശരിയല്ല. അവന്റെ ഓസ്റ്റെടുത്തിന്റെ പേരെന്തോടാ? എടാ ഇവന്റെ പേരെന്തോടാ? ഓസ്റ്റെടുത്ത പേരെന്തോടാ നിന്റെ? കേട്ടില്ല ഗണു. ഡിമാൻഡ് എന്താ പറയുക? നമ്മുടെ ദേഹത്ത് എടുത്തിട്ട് അടിച്ചവനെ നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കണം. ഞങ്ങള് തിരിച്ചടിക്കും. ഫയർ സിറ്റി അവൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അടിച്ചിട്ടിട്ട് കണ്ണെടുത്തപ്പോഴാണ് അവനെ വെടിവെച്ചിട്ടത്. ഗണ്ണെടുത്തോന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ബ്രോ. സിറ്റുവേഷനിൽ ഞാൻ ഇല്ലായിരുന്നു. നിങ്ങളുണ്ടോ സിറ്റുവേഷനിൽ? ഗണ്ണെടുത്തോ ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ. അല്ലല്ല അത് ഞാനും പറഞ്ഞു ബ്രോ. ബ്രോയിൽ ഞാനും ഇല്ല ബ്രോ ഇല്ല സിറ്റുവേഷനില്. അപ്പൊ പിന്നെ നമുക്കത് അറിഞ്ഞൂടല്ലോ. ഗണ്ണെടുത്ത കാര്യം എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഗണ്ണെടുത്തില്ലെങ്കിലും മേത്ത് അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരും ഇതുപോലെ. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ പറയാനുള്ളൂ. വേറെ അതിൽ കൂടുതലൊന്നും പറയില്ല. മേത്ത് ഇടിച്ചാലും കണ്ണെടുത്താലും എന്തായാലും കൊണ്ടുവരും ഹോസ്റ്റേജ് ആയിട്ട് പുള്ളി. എന്തായാലും നമ്മളിവിടെ ഇരുത്തിയിട്ടുണ്ട്, മുട്ടയിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. മുന്നോട്ട് പോയി അവനങ്ങ് കൊന്ന് കത്തിക്കും. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ മനസ്സിലായടാ? എന്തൊരു പഴമിഴങ്ങളാ നിങ്ങള് എല്ലാം കേട്ട് ഓക്കെ എന്ന് പറഞ്ഞു. കൂടെ ഉള്ള ഒരുത്തനല്ലടാ കൊണ്ടുപോയത്. എന്തായാലും ഇറങ്ങി വേണം. ആണോ കണ എടാ ഇവനെ ഒന്ന് നൈസായിട്ട് ഇതാക്കിട്ട് വിട്ടാ മതി. കൊന്ന് കത്തിക്കാം.